കണ്ണൂരിൽ ആരോഗ്യമന്ത്രി വീണ ജോർജിനെ വധിക്കാൻ ശ്രമിച്ചെന്ന കേസിൽ ജയിലിൽ കഴിയുന്ന KSU പ്രവർത്തകരുടെ കസ്റ്റഡി അപേക്ഷ കോടതി ഇന്ന് പരിഗണിക്കും. KSU ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെ 5 പ്രവർത്തകരാണ് കേസിൽ റിമാൻഡിൽ കഴിയുന്നത്. കരിങ്കൊടി പ്രതിഷേധമാണെന്നും വധശ്രമം നിലനിൽക്കില്ല എന്നുമായിരുന്നു പ്രതിഭാഗത്തിന്റെ വാദം. കഴിഞ്ഞ ദിവസം ഇവരുടെ ജാമ്യാപേക്ഷ കോടതി തള്ളിയിരുന്നു. നിലവിൽ മാർച്ച് 12 വരെയാണ് പ്രവർത്തകരെ റിമാൻഡ് ചെയ്തിരിക്കുന്നത്. ഇന്ന് ഇവരുടെ കസ്റ്റഡി അപേക്ഷ കോടതി ഇന്ന് പരിഗണിക്കും. KSU ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള 5 പ്രവർത്തകരെയാണ് ഈ ഒരു കേസിൽ റിമാൻഡിൽ കഴിയുന്നത്. കരിങ്കൊടി പ്രതിഷേധമാണെന്നും വധശ്രമം നിലനിൽക്കില്ല എന്നൊരു വാദമാണ് പ്രതിഭാഗം വാദിച്ചത്. ഈ ഒരു കഴിഞ്ഞ ദിവസമാണ് ഇവരുടെ ജാമ്യാപേക്ഷ കോടതി തള്ളിയത്. നിലവിൽ മാർച്ച് 12 വരെയാണ് പ്രവർത്തകരെ റിമാൻഡ് ചെയ്തിരിക്കുന്നത്. കണ്ണൂരിലുണ്ടായ ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരെ ഉണ്ടായ കരിങ്കൊടി പ്രതിഷേധത്തിൽ മന്ത്രിയെ വധിക്കാനും ശ്രമിച്ചെന്ന കേസിലാണ് KSU പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ കഴിയുന്നത്. ഇവരുടെ കസ്റ്റഡി അപേക്ഷയാണ് കോടതി ഇന്ന് പരിഗണിക്കുന്നത്. ഇതിൽ KSU ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള 5 പ്രവർത്തകരാണ് റിമാൻഡിൽ കഴിയുന്നത്. ഈ ഒരു കരിങ്കൊടി പ്രതിഷേധം മാത്രമാണ് ഉണ്ടായിരുന്നത്. വധശ്രമം നിലനിൽക്കില്ല എന്നൊരു വാദമാണ് പ്രതിഭാഗം വാദിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഇവരുടെ ജാമ്യാപേക്ഷ തള്ളിയത്. നിലവിൽ മാർച്ച് 12 വരെ പ്രവർത്തകരെ റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. കൊല്ലം ശക്തികുളങ്ങരയിൽ ക്ഷേത്രോത്സവത്തിനിടെ മർദ്ദനമേറ്റ 18കാരൻ മരിച്ചതിൽ അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ ചുമതലപ്പെടുത്തി. ശക്തികുളങ്ങര SHO പ്രസാദ് MRന്റെ നേതൃത്വത്തിൽ 10 അംഗ സംഘമാണ് കേസ് അന്വേഷിക്കുക. കൊല്ലം ACP രാജേഷ് മേൽനോട്ടം വഹിക്കും. കേസിൽ 2 പേരെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു.